പോകുന്നത് അങ്ങണ്ട് ആ ഒരു മലമുകളിലേക്ക്. മലയുടെ ഇവിടേക്കാണ് ഗൈസ് ഞങ്ങൾ പോകുന്നത്. കൊടികുത്തി മലയെ കേട്ടോ. കൊടികുത്തി മല. നല്ല തണുത്ത കാറ്റുണ്ടല്ലേ? ഉണ്ടോ? ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇത്ര നേരം നല്ല വെയിലൊക്കെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെ വെയിലങ്ങനെ തോന്നുന്നു ചേട്ടോ. അങ്ങനെ തണുത്ത കാറ്റ്. ഞാൻ മലയുടെ അടുത്തേക്കല്ലേ നമ്മൾ പോകുന്നത്. റോഡൊന്നും വലിയ രസമൊന്നുമില്ലേ? ടൂറിസ്റ്റ് പ്ലേസിലുള്ള റോഡും വലിയ രസം ഉണ്ടാവില്ല. എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും നമ്മള് മിനിയൂട്ടി പോവാണെങ്കിൽ കൊറേ വണ്ടികളും വന്ന് ഇങ്ങനെ ആക്കുന്നതായിരിക്കും. പിന്നെ നമ്മളിൽ പിന്നെ എക്സ്പൾസ് ഉണ്ടല്ലോ ഗൈസ്. പാടക്കണല്ലോ. മലയിൽ കയറാൻ പറഞ്ഞിട്ട് പാടത്തേക്കാ കൊണ്ടുവന്നേ. മല കാണുന്നുണ്ട്. പാടവും വാഴത്തോട്ടൊക്കെയാണ് കാണുന്നത്. എനിക്ക് അവിടെ പകുതി സ്ഥലത്ത് വെയില്, പകുതി സ്ഥലത്ത് വെയിലില്ല. പകുതി സ്ഥലത്ത് വെയിലില്ലേ? വെള്ളം വാങ്ങിയില്ലല്ലേ? വെള്ളം കുപ്പി അവിടെ കടകളുണ്ടോ പോണ വഴിക്ക്? അവിടെ കുപ്പിക്ക് എത്ര ചാർജ് കൊടുക്കണം? തിരിച്ചു വരുമ്പോ കുപ്പി കൊടുത്താല് ആ പൈസ റീഫണ്ട് ചെയ്യും. എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് ഇവിടേക്ക്? 4-5 പ്രാവശ്യം പോയിട്ടുണ്ടെന്നോ? ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ചത്. ഇടയ്ക്കിടയ്ക്ക് പറയും പോവാന്ന്. അല്ല, ഞാൻ പറയും പോവാന്ന്. തിരിച്ചറിയാ അവിടെ കൊണ്ട വേറെ സ്ഥലത്തേക്ക് പോവാ. അങ്ങനെ സ്ഥലം മാറ്റി ഇന്നാണത് നടക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്കും കാണിച്ചു തരാം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. കൊടികുത്തി മല. ക്യാഷ് സ്വീകരിക്കുന്നതല്ല. വാട്ടർ ബോട്ടിൽ വാങ്ങി നമ്മൾ ഇങ്ങോട്ട് കയറാം കേട്ടോ. അവിടുന്ന് ടിക്കറ്റ് എടുക്കുന്നിടത്ത് ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അതായത് പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യും. നമ്മളെ ബാഗും ചെക്ക് ചെയ്ത് എൻ്റെ പോക്കറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ഇതിനൊരു നമ്പർ ഒട്ടിച്ച് തരും. അതായത് ഈ ബോട്ടിലിന് ഇത് 19 നമ്പർ. ഈ ബോട്ടിൽ നമ്മൾ തിരിച്ച് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നമ്മളൊരു 50 രൂപ ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ തിരിച്ച് കൊണ്ടുപോയി കൊടുത്താൽ, ബോട്ടിൽ തിരിച്ച് കൊണ്ടുപോയി കൊടുത്താൽ 50 റീഫണ്ട് ചെയ്യും. അങ്ങനെയാണ് പരിപാടി. പിന്നെ എന്താ പറഞ്ഞത്? അവിടെ തന്നെ പുറത്ത് നമ്മ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് സാധനങ്ങൾ അതിന്റെ ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ആ പ്ലാസ്റ്റിക് പൊട്ടിച്ചിട്ട് ഇങ്ങനത്തെ പാക്കിലാക്കി അപ്പൊ അതൊക്കെ ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ ബാഗൊക്കെ ചെക്ക് ചെയ്ത് അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഉണ്ടോ നോക്കി, എന്റെ കണ്ണട വരെ നോക്കി പ്ലാസ്റ്റിക് ആണ് നോക്കിട്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് അവർ ഇടുന്നുള്ളത്. അപ്പൊ വരുന്നവര് ശ്രദ്ധിക്കാട്ടോ. അപ്പൊ ഇനി നമുക്ക് മല കയറാല്ലേ? ഇവിടെ സ്റ്റെപ്സ് 0, BPM 75, അങ്ങനെ എല്ലാം ഇവിടെ തന്നെ അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോന്നും കയറുന്നതിനനുസരിച്ച് ഇങ്ങനത്തെ ഓരോ ബോർഡ് കാണും. നമ്മൾ എത്ര കയറി അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് കാണിക്കും. ഇതാണ് അതിൻ്റെ ഒരു മാപ്പ്. പോയേക്കാം. അവർക്ക് മഴയും അടുക്ക നമ്മ വന്നതിന്റെ ഐശ്വര്യാണെന്നറിയില്ല. കേറിയപ്പോ തന്നെ മഴ പെയ്തു. നല്ല മഴ പെയ്തു. ഇപ്പൊ എങ്ങനെ ജസ്റ്റ് ഒന്ന് ചാർജ് നിൽക്കണുള്ളൂ. ഞാൻ ഇച്ചാനോട് പറഞ്ഞാണ് ഇങ്ങോട്ട് വരുമ്പോ തന്നെ ഇവിടെ നല്ല വെയിലായിരിക്കോ, വെയിലാവുമ്പോ നമ്മ എങ്ങനെയാ വരാന്നൊക്കെ. മഴ ആവുമ്പോ എങ്ങനെ കേറാന്നുള്ള ടെൻഷനിലാണ്. അതെ, മഴ ആവുമ്പോ ഇനി കൊടൊന്നുമില്ല. അപ്പൊ നമ്മ മഴ കൊണ്ട് കേറണം. അതായത് എവിടെയെങ്കിലും നല്ല മഴ കയറിണ്ട് ഇവിടെ ഇടക്ക് ഇങ്ങനെ നിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഞാനേ ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങക്ക് ഇങ്ങോട്ട് വരും എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതേ ഫ്രോക്ക് ഇട്ടാണ് നിൽക്കണേ. ഇതും കൊണ്ടാണ് ഞാൻ മല കയറാൻ പോകുന്നത്. അല്ലെങ്കിൽ എന്തിട്ട് ട്രാക്ക് ഷൂട്ട് ഇട്ടാൻ ജീൻസും ടോപ്പും അങ്ങനത്തെ പാന്റ് ഇട്ടിട്ട് അങ്ങനെ വരാനാണ് ഉദ്ദേശിച്ചത്. ഇതിപ്പോ ഇത് പിടിക്കണ്ടേ? അൺഎക്സ്പെക്ടഡ് ആയില്ല. അത് മാത്രമേ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട്. പിന്നെ നമ്മള് ഇതൊന്നും സെൽഫി സ്റ്റിക്കും കാര്യങ്ങളൊന്നും എടുത്തില്ലല്ലേ? ഇവിടുന്ന് വരുന്നേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങളെ പ്ലാനൊക്കെ അങ്ങനെ തന്നെയാണ്. എവിടെ പോകണമെന്ന് വെച്ചാലും പോണ് എന്ന് പറയുന്നിടത്തേക്ക് എല്ലായിരിക്കും നമ്മ പോവാ. അപ്പൊ നമുക്ക് പോയി നോക്കിട്ട് വരാം. അപ്പൊ പോണ വഴിക്ക് അതെ അടിയൊക്കെ കാണുന്നുണ്ട്.
ഞാറൊക്കെ ഉണ്ടല്ലോ. തവളതാ ഞാറുണ്ട വേറെന്തോ തവളകള് മീനുകളൊന്നും കാണില്ല അല്ലേ. തവള ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. മീനുകളൊന്നും ഇതില് കാണില്ല. നെല്ലൊക്കെ മുളച്ച പോലൊക്കെ ഉണ്ട്. ഇതെനിക്ക് വേണ്ട. അത് ഫുള്ള് ഇതാച്ച വീഡിയോ എടുത്തോ. ചക്കപ്പ് ഇത് തിന്നണം, തീർക്കണം. അതിനാണ് പിച്ച് നിക്കണത്. എനിക്ക് വീഡിയോ എടുക്കിച്ചാ. ഞാനിത് ഫുള്ള് വായിലിട്ടാ കഴിക്കി. ഇനി വീഡിയോ എടുക്ക്, ഇനി വീഡിയോ എടുക്ക്. അവിടെ എവിടെയോ മരമൊക്കെ മുറിക്കണ്ടല്ലോ. കാടുകളൊക്കെ നശിപ്പിക്കുന്നോ. വനം വകുപ്പിനെ ഇപ്പൊ തന്നെ അറിയിക്കണം. വനവകുപ്പ് ഇക്കാരവിടെ വന്നിട്ടുണ്ടാവോ. വാ ഇനി ഫ്രീ ആയി. ഇനി നടക്കാം. നടക്കരുത് പിടി നടക്ക. നല്ല കയറ്റാട്ടോ ഇവിടുന്ന് അങ്ങോട്ട്. എന്നെത്തിട്ട് നമ്മള് മറ്റേ ഇങ്ങോട്ട് പോയില്ലേ തിരുവോണമല. അത്ര ലോങ് ഒന്നുമില്ല. തിരുവോണമല കുറേ കയറി പോകണം. അത് നല്ല കുത്തനെ കയറ്റമാണ്. അത്ര കയറ്റൊന്നുമില്ല. പക്ഷെ ഇങ്ങോട്ട് വണ്ടിയൊക്കെ അലോട്ട് ആണോ പോലെ എല്ലാം ആണെങ്കിൽ എല്ലാവരും കയറ്റൂലല്ലേ. ഇവരുടെ വണ്ടിക്ക് ചിലപ്പോൾ അലോടേക്കാണ്. ട്രക്കിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവും. അറിയില്ല കേട്ടോ. മഴ മഴക്കാറുണ്ടോ? നല്ല മഴക്കാറുണ്ട്. അവിടെ കിട്ടിയ മേലെ റൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ നടക്കും. എനിക്കറിയില്ല, ഓർമ്മയില്ല. ഞാൻ കുറേ മുന്നേ വന്നാ. ആയിട്ട് പോന്നാ മതി. കമോൺ. ഇതിന്റെ അവസാനം ജലച്ചിന മോട്ടിവേഷൻ തരാൻ ഓരോന്നൊക്കെ എഴുതിച്ചോട്ടോ. ആയിരിക്കും. കിഴക്കിലോടങ്ങി നടക്ക്. അമ്മിനിക്കാട് എന്ന പ്രദേശത്താണ് കൊടികുത്തിമല സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്ത് 5 മുനികൾ കാട്ടിൽ തപസ്സിരുന്നതിനാൽ അഞ്ചുമുനിക്കാട് എന്നും പിന്നീട് ഐമുനിക്കാട് എന്നും പിന്നീട് അമ്മിനിക്കാട് ആയി എന്നുമാണ് ഐതിഹ്യം. മനസ്സിലായോ? മനസ്സിലാവാതിരുന്ന് വായിക്കട്ടെ. നിങ്ങൾ ഇതുപോലെ കുറെ നോളജ് നിങ്ങൾക്ക് പകർന്നു. മണ്ടത്തര നോളജ് ഇതിങ്ങനെ ഷോർട്ട് കട്ട് ഉണ്ട് പറഞ്ഞിട്ട് ഇതിൽ പോട്ടോ. ഉണ്ടാവും പോയൊക്കെ ഒരു വയ്യൊക്കെ ഉണ്ടല്ലോ. ചെരുപ്പക്കൂരി ട്രക്കിങ് അല്ലേ. ബായ്. ഞാൻ ഇതിലെ പോവാ. ഞാനില്ല, ഇതിലെ പോകാൻ പറ്റില്ല. പറ്റുന്നോ നോക്കിക്കോ. എന്താണ് മറ്റേ സുഹൃത്തുക്കളെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. അച്ഛനോടെ വയ്യില്ലേന്നൊക്കെ ചോദിക്കൊണ്ട് പോയോട്ടെ. മഴ ഇത് അതാണ്. ഈ നടക്ക് ഒരു മഴയത്തോടെ കൊടുങ്ങും. ഞാൻ നന്നായിട്ട് കതച്ചിട്ടോ.
നടക്ക്. അപ്പൊ അതിലെ റോഡ് കിട്ടി. ഒന്നും എത്തുന്നില്ല. ഫോറസ്റ്റ് വൈഫൈ അവൈലബിൾ. നടക്ക്. 360 ഡിഗ്രി കാഴ്ച ലഭിക്കുന്ന കേരളത്തിലെ ചുരുക്കം ചില ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ് നമ്മുടെ കൊടുകുത്തിമല. അവിടെ എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് മാഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഇൻഫർമേഷൻ എത്തിക്കുന്നില്ല. പക്ഷെ സ്കൈയൊക്കെ അടിപൊളി കേട്ടോ. മഴക്കാറൊക്കെ വന്നിട്ട് ഭയങ്കര അടിപൊളി അല്ലേ. നമ്മൾ നടക്കുന്നിടത്താണ് മഴ വന്നു. ഇവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ നെല്ലിയുടെ മരങ്ങളൊക്കെ കേട്ടോ. നെല്ലിക്കൊന്നും ഇല്ല, പക്ഷെ നെല്ലിയുടെ മരങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. വേനൽക്കാലങ്ങളിൽ ഇവിടെ നിന്ന് നോക്കിയാൽ പൊന്നാനിയിലെ കടൽ തിരമാലകൾ വരെ കാണാനാകും. ഞാൻ നോക്കട്ടെ ഇവിടെ ചെന്ന്. അതിനിത് വേനൽക്കാലല്ല, ഇപ്പൊ എന്തായാലും വെയിലല്ലേ. അത് റെഡല്ല, കാലം വ്യത്യാസമുണ്ടേ. നടന്ന് കഴിഞ്ഞിട്ടോ. ഇവിടെ എല്ലാ ബെഞ്ചിലും ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ലാസ്റ്റ് ഞങ്ങക്ക് മുകളിലെത്താനായി തോന്നുന്നു. ഇപ്പൊ ഒന്ന് കിട്ടി. അതുകൊണ്ട് നടക്ക് നടക്ക്. ഇച്ചാന്റെ പേരും പറഞ്ഞിട്ടിരിക്കാണ്. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോലെ അല്ലെങ്കിൽ എല്ലാ കളറുണ്ടായിരുന്നു. പോന്നപ്പോ മറ്റേ ഇവരൊക്കെ ബ്രിട്ടീഷുകാരെ മാതിരിയാണ്. ഇത് ഇങ്ങനെ തന്നെയാണ് എന്റെ മുഖം. പിന്നെ നമുക്ക് എനിക്ക് തോന്നണേ മറ്റേ എന്തല്ലാണ് തിരുവോണമല ഇത്ര ഇല്ലോണു അല്ലേ, ലെങ്ത്. തിരുവോണമല ഇതിനകത്ത് ഹൈറ്റ് കൂടുതലാണ്, പക്ഷെ ഇത്രയും ലോങ് ഇല്ല തോന്നുന്നു. ഇതിങ്ങനെ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴും എത്തിയിട്ടില്ല. അങ്ങോട്ട് പോയില്ല. ചെരുപ്പടിമല. ചെരുപ്പടിമല ചെരുപ്പടിമല മറ്റേ വേറൊരു മല ഉണ്ടല്ലോ, അത് വയലട. മറ്റേ കുരിശുമല. കുരിശുമല അത് പെട്ടെന്ന് എത്തും. അത് വല്ലാതില്ല. അത് വണ്ടി ഏകദേശം അത്രയും എത്തും. പിന്നെ അവിടുന്ന് കുറച്ച് നടക്കാനുള്ളൂ. അതന്നെ വണ്ടി പകുതി എത്തുന്നുണ്ട്. അതുകൊണ്ട് ഇത് നല്ല കൊറേ ലോങ് ഉണ്ട് അല്ലേ. പക്ഷെ എനിക്കിങ്ങനെ ഞാൻ കൊറേ ഇങ്ങോട്ട് വന്നിട്ടോ, അപ്പൊ ഐഡിയ കിട്ടുന്നില്ല. തള്ളിയൊന്നല്ല, കറക്റ്റ് പറഞ്ഞ. ഇനി റെസ്റ്റ് എടുത്തിട്ട് പോലെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതെ, ഓർമ്മ വയ്യൊക്കെ ഉണ്ട്, പക്ഷെ ഇത് എത്രത്തോളം ലോങ് ആണെന്ന് മനസ്സിലാവണില്ല. ആ ലാസ്റ്റ് നിസാം ഉണ്ടായിരുന്നു. ആ ഫോട്ടോയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഇനി ആണുങ്ങളൊക്കെ വായ കൊണ്ടോണ്ടേ എനിക്ക് കറക്റ്റ് ഓർമ്മ ഉണ്ടാവും. ഫെയില ഞാൻ കറക്റ്റ് പറയും. വായി നോക്കിയാണ് ഞങ്ങളെ പഞ്ചായത്തിലെ ഏറ്റവും വലിയ വായി നോക്കി. നടക്ക് പോ, നടക്ക്. അതോ ഇല്ല നടക്ക്. വീടുകളൊക്കെ ഉണ്ടാവും. എത്താനയച്ചിനാ നീ വന്നത്രയും മടി പോയാൽ മതി. വന്നത്രയും കൂടി പോയാൽ മതി. സത്യം. അപ്പൊ നീയല്ലേ ഭയങ്കര എനർജി എന്ന് പറഞ്ഞേ? നിനക്കല്ലേ ഭയങ്കര എനർജി എന്നൊക്കെ പറഞ്ഞേ? ആ എന്നാ നടക്ക്. അത് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ പറയലുള്ളല്ലോ പറയണേ. എനിക്കല്ലേ ഭയങ്കര സ്റ്റാമിന എന്ന് പറഞ്ഞു കുറച്ച് മുന്നേ. ആ എന്തേ എന്ത് വ്യൂ ഒക്കെ ബാക്കില്.
ഇച്ച് പണ്ടാറടങ്ങി. ഞാൻ ഇത്ര നേരം വെള്ളം കുടിച്ചില്ല. അവിടെ എത്തുമ്പോ എനിക്ക് വെള്ളില്ല. അവിടെ എത്തുമ്പോ വെള്ളം കഴിയോ? ഇത് പകുതിയായി. എനിക്ക് നല്ല വെള്ളം വേണം. നിങ്ങൾ അനുഭവിക്കണല്ലേ. ഇങ്ങനെയൊക്കെ പോയിട്ട് ഇവിടെ എന്തെങ്കിലും വരണം. നിങ്ങളും അനുഭവിക്കാം. പക്ഷെ ഇതൊക്കെ എൻജോയ് ചെയ്യണ ഒരു സംഭവം ഉണ്ടോ? ഇപ്പൊ ഞങ്ങൾ പറഞ്ഞില്ലേ വീട്ടിലെത്തിയിട്ടുള്ള എൻജോയ്മെന്റ് ഉണ്ട്. വീട്ടിലെത്തിയിട്ട് കാലുവേദന, ഊരവേദന പറയല്ലേ, അതൊക്കെ ഞങ്ങൾ ഇപ്പൊ എൻജോയ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അന്നത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അത്രയും ഓർമ്മയിൽ പറയണത്. അതേപോലെ കുറച്ച് ദിവസം കഴിയുമ്പോ ഞങ്ങൾക്ക് ഇതും അടിപൊളിയാവും. മുട്ടുവേദനൊക്കെ മാറിയിട്ട് മുട്ടുവേദന, പുറം വേദന അങ്ങനെയൊക്കെ ആയിരിക്കും. 2 ദിവസം തൈലൊക്കെ തേച്ചിട്ടായിരിക്കും ഇനി കിടക്കുക. എത്തിയോ? ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അവിടെ ഒരു കൂടാരം പോലെ സാധനം കണ്ടോ? അതാ അങ്ങണ്ടാട്ടോ നമ്മള് പോണ്. ഇപ്പൊ ചെയ്യാൻ്റെ നടത്തതിന് സ്പീഡൊക്കെ കൂടിട്ടോ. ഏകദേശം അവിടെ എത്തിട്ടോ. അങ്ങോട്ട് കേറിയിട്ടില്ല. അപ്പൊ എത്തുന്നതിന് മുന്നുള്ള വ്യൂ ആണ്. അതിന്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ 360 വ്യൂസ് നമുക്ക് കിട്ടും. അതിന്റെ മുകളിൽ കയറിയാല് എന്താ പറഞ്ഞേ? കയ്യോ? ഞാൻ കയ്യോ? കൈ എന്താ അടിപൊളി. സ്കൈ ഈ കുറച്ചുള്ളൂ. അപ്പൊ ആവേശമാണ്. കേറേണ്ടതിനുള്ള ആവേശം എത്താനായി എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അതാണ് നമ്മൾ കയറി ചെല്ലേണ്ട സ്ഥലം. ഇന്നിപ്പോൾ അങ്ങനെ വലിയ ആൾക്കാരോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇന്നൊരു ഓഫ് ഡേ അല്ലല്ലേ, അതുകൊണ്ടായിരിക്കും. അപ്പം ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കല്ലേ. ആരും ശല്യം ഉണ്ടാവില്ല. കൊടി മേലെ എവിടെയുണ്ടാവും. വാ അന്വേഷിക്കുക. ഇതുകൊണ്ടാണ് ഇതിന് ഈ കൊടികുത്തിമല എന്നുള്ള പേര് വന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ എത്തിരച്ചിന എത്ര നിരപ്പ്? അതെ, എത്ര അടി നിരപ്പില്? അതെ, അത്രയും ഹൈറ്റ്സിലാണ് ഇപ്പൊ നമ്മളുള്ളത് അല്ലേ. ആദ്യം ഇവിടെ നിന്നൊരു വ്യൂ കണ്ടിട്ട് പോവാം. താഴ്ന്ന് മേലെ നമുക്ക് 360 ഡിഗ്രി വ്യൂസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമുക്കത് നോക്കണം. ഉണ്ട് കേട്ടോ, നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളതാണ്. നല്ല കാറ്റ്, അടിപൊളി കാറ്റ്. സ്വർഗല്ലേ, നല്ലൊരു പ്രത്യേക തരം കാറ്റ്, നല്ല തണുത്ത കാറ്റ്. നല്ല ചൂടെടുത്തിട്ട് അതെ. മുകളിൽ പോവാം. മുകൾക്ക് ഞാൻ അടക്ക്. കമോൺ. അത്രക്കെ വേണ്ട, കുറച്ച് വർക്കോ ഇല്ല. വാങ്ങണ്ടേ വല്യമാരൊക്കെ കയറുമ്പോ കയറിച്ച. ആ ഇനിയിപ്പോ തരണം. എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ട്. ഇവിടെ അല്ല, ഇതിന്റെ ടോപ്പ് പോണം. മരിച്ചാ മതിന്ന് അച്ഛനാക്ക് ഇനി ഇവിടെ കിടന്ന് മരിച്ചാ മതി എന്ന് പറഞ്ഞ. അത്രക്കില്ലേ ഇവിടെ ഒരു മല ഒക്കെ? എന്ത് ഭംഗിയൊക്കെ ഒരു മല, എന്ത് ഭംഗിയല്ലേ ഈ മല. അങ്ങനെയാണിപ്പോ. അത്ര തണുപ്പുണ്ടോ? ആ ഫ്രീസർ തുറക്കുമ്പോ തണുപ്പ്, അതാണ് ഉദ്ദേശിച്ചത്. ഈ ഫ്രീസർ കേറിയ തണുപ്പാണ്. മുകളിൽ പോവാ. ഹായ്, എന്റെ അമ്മായി കേറ്. ഇവിടെ നിന്നാണ് വ്യൂ.
കാറ്റിന്റെ സൗണ്ട് കൊണ്ട് കറക്റ്റ് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, അത്രയും കാറ്റാണ്. അവിടെ ഒരു പുഴക്കാക്കണം. പാടൊക്കെ കണ്ടില്ലേ, നേരത്തെ പറഞ്ഞില്ലേ പാടൊക്കെ. അവിടെയാണ് പുഴ കേട്ടോ. ആണോ പുഴ ഉണ്ടോ? അത് വേനൽക്കാലത്ത് വന്നേക്കാം. അപ്പൊ മരങ്ങളൊക്കെ പച്ച പിടിച്ച് കൊണ്ടുപോകണം. പച്ചപ്പായതുകൊണ്ടായിരിക്കും കാണാത്തത്. സംഭവം ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. നല്ല കാറ്റുണ്ട്, സൗണ്ട് ക്ലിയർ, നല്ല പ്രശ്നം ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക, വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ ഉടുപ്പൊക്കെ പാരച്ചൂട്ട് മാറി പോറും ചിലപ്പോ. ഇതാണ് കേട്ടോ നമ്മള് വന്ന വഴി. പെട്ടെന്ന് ഇങ്ങനെ വന്ന് നമ്മള് എന്ത് തോന്നുന്നു ചിന? നല്ലൊരു സുഖം തണുപ്പ് പറഞ്ഞാലേ വെയിലുണ്ട് കേട്ടോ, വെയിലുണ്ട്. പക്ഷെ എന്നാലും ആ വെയില് അത്ര ശക്തി തോന്നൂല നമുക്ക്. ഈ ഒരു നമ്മള് കാറ്റും ഇഷ്ടായോ? ഇത്രയും വ്യൂ ഒന്നും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഇപ്പൊ എല്ലാരും ഫ്ലൈറ്റിലൊക്കെ ഇരുന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കൂലേ, അതുപോലെ തോന്നുന്നുണ്ടോ? ഇങ്ങനത്തെ ഒരു അങ്ങനെ അടിക്കല്ലേ ആ ഭാഗത്ത് കാണിക്കും. അവിടെയാണ് എനിക്ക് ഫ്ലൈറ്റ് വന്നേ, ഇവിടെയാണ് അവൾക്ക് ഫ്ലൈറ്റ് ആയിട്ട് വന്നു കേട്ടോ. അറിയില്ല. അപ്പൊ ഹാപ്പിയാണ്. ഇവിടെ തന്നെ ഞങ്ങൾ മറ്റേ ഫോട്ടോ എടുത്തിട്ടുള്ളത്. എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളതായി. സ്റ്റേജ് നമുക്കല്ലേ, ഞാൻ പോകും. നീ അല്ലാതെ എത്രമാരി ഉപയോഗിക്കുന്ന ചീന? ഞാൻ എൻജോയ് ചെയ്തോണ്ട് വീഡിയോ എടുത്തോണ്ടിട്ടുണ്ട്. എനിക്ക് ഉണ്ടാവും. ഡ്രസ്സൊക്കെ പാറി പറക്കണോ. ഇച്ചിനെ പിടിച്ചിരുന്നോ? പാറിഞ്ഞു ചിലപ്പോ പിടിച്ചിരുന്നോ? നല്ല രസമുണ്ട് ചാ, ഇതില് കാണാൻ അടിപൊളി. എല്ലാവരും ഒരു ദിവസങ്ങളിലൊക്കെ ഒന്ന് വരാട്ടോ. ഈ ഒരു വ്യൂ കാണും. ഇനി വാ ഇരിക്കി, ഇന്നൊന്ന് ആസ്വദിക്കട്ടെ. കടലെടുക്കൂ, കടലെടുക്കാൻ വിത്ത് കടല, മസാല കടല. ചൂടുന്നില്ല കേട്ടോ, ചൂടുന്ന എനിക്ക് വറുത്തെടുത്തന്നാളോ, കുപ്പിന്നല്ല എടുത്തുന്ന്. അളവ് പോരാ ഇതങ്ങോട്ട് എന്താണ് കൈ ഇറക്കണ്ടോ?
വീഡിയോ എടുക്കണം കണ്ടിട്ട് ഒരാൾക്ക് ഡിസ്റ്റർബ് ആയിട്ട് ഇറങ്ങിപ്പോയി എച്ചിനാണ് കൊണ്ടുപോകണം അമ്മമാപ്പി താഴെ പോരടുത്ത് പോയതാണ് എന്നാണ് ഇവിടെ നിഗമനം അല്ലേ നിഗമിക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ കടലേറ്റ് എല്ലാം കഴിഞ്ഞല്ലേ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ ഇപ്പഴാ വെള്ളം കുടിക്കണുള്ളൂ പിന്നെ പറയണത് എന്തിനാന്നുള്ളത് വിചാരിക്കാന്ന് വെച്ചാ ഇനി നമുക്ക് ഇവിടെ അപ്പൊ ഇതുപോലത്തെ കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൈസക്കും വേണ്ടിയിട്ടില്ല തിരിച്ച് എന്തായാലും താഴ്ക്കിറക്കില്ല അത്ര അടിപൊളിയായിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അത്രയും കിട്ടില്ലായിട്ട് ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഇലകൾ കൊഴിയുന്നല്ലാതെ പുല്ലുകൾ ഇങ്ങനെ അതും അവരപ്പ ക്ലീൻ ആക്കി അത്ര അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്കൊരു ബിഗ് സല്യൂട്ട് അല്ലേ അത്ര അടിപൊളി പറഞ്ഞാല് അത്രയും അത്രയും ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് കുപ്പി കൊണ്ടുവരുന്നതിന് പൈസ കൊടുത്തില്ലെങ്കിൽ ഇത് പേപ്പറിന്റെ കടലാസിലെ കൊണ്ടുപോകണം ഇടാൻ തോന്നുന്നില്ല അത്രയും വൃത്തിയാണ് പോക്കറ്റിലിട്ട് അപ്പൊ അതുകൊണ്ട് ഇനി വരുന്നവരാണെന്നുണ്ടെങ്കിലും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാം എന്നാലല്ലേ ഇനിയും വരുന്നവർക്ക് ഒരു പ്രചോദനമുള്ളൂ ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ ഇത് പറയാൻ തോന്നിയത് അതുകൊണ്ടാണ് ക്ലീൻ ആയതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം വരുന്നില്ലേ സ്ലോ മോഷൻ ഇറങ്ങാന് ഷോർട്ട് കട്ടിലെത്തിണ്ട് എവിടെത്തുന്ന അറിയില്ല വളയണ്ട പക്ഷെ നല്ല ഇങ്ങനത്തെ ഇറക്കണം കേറാൻ ബുദ്ധിമുട്ടില്ല ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലേ അച്ഛന് പിന്നെ അണ്ണാച്ചി ചെരുപ്പൊന്നും ഇടൂല എന്റെ ചെരുപ്പ് സ്ലിപ്പായി ഞാൻ നേരെ ചായം കൊണ്ട് താഴ്ത്തി അങ്ങനെ ചെരുപ്പിടണ്ട അവിടെ തീ റോഡിന്റെ എടുക്കെത്തിട്ടാ ഇങ്ങനെ ഇറങ്ങാണ് നല്ലത് പക്ഷേ ഇറങ്ങുമ്പോഴും ടാസ്ക് ആണ് ഏടിയേ അടുത്തില്ലേ വനമേഖലയിൽ ജലസംരക്ഷണത്തിനായി 2 ചെക്ക് ഡാമുകൾ കൊടികുത്തിമലയിൽ ഇക്കോ ടൂറിസം പദ്ധതിയിലുണ്ട്. ഇതൊന്നും നമ്മൾ കണ്ടില്ല. അത് മിക്കവാറും പദ്ധതിയിലേ ഉണ്ടാവുള്ളൂ, ആയിട്ടുണ്ടാവില്ല. അങ്ങനെ ഡാം നടക്കി ഒരു ഏരിയക്ക് നമ്മൾ പോകുമ്പോ വരുമ്പോ കേറാന്ന് പറഞ്ഞാട്ടോ. പോകുമ്പോ കണ്ടപ്പോ വരുമ്പോ കേറാണോ? പ്രത്യേകിച്ചൊന്നും ഇല്ല, അവിടുന്ന് വ്യൂ തന്നെ ഉള്ളൂ. ഇങ്ങോട്ട് തിരിച്ചു കയറണ്ട നമുക്ക്. ചിൽഡ്രൻസ് പാർക്ക് അത് വരുമായിരിക്കും, അതും പദ്ധതിയിലുള്ളായിരിക്കും. ചിലപ്പോ ഇതായിരിക്കും ചിൽഡ്രൻസ് പാർക്ക് വെച്ചാ താഴെ. മറ്റെല്ലാ ജീവനെയും പോലെ മനുഷ്യനെയും പ്രകൃതി ആശ്രയിച്ച് മാത്രമേ ജീവിക്കാനാവൂ എന്നതുകൊണ്ട് പ്രകൃതി സംരക്ഷണം ജീവ സംരക്ഷണവും മനുഷ്യ സംരക്ഷണമാണ്. കൊടുകുത്തിമല വനസംരക്ഷണ സമിതി. അതിനങ്ങനെ ആവട്ടെ. ഓ തെങ്ങൊക്കെ കണ്ട്. തെങ്ങൊക്കെ കണ്ട് എങ്ങണ്ടാ പോന്നേ? താങ്ക് യു വിസ്റ്റ ഗാങ് കൊടുകുത്തിമല ഇക്കോ ടൂറിസം. താങ്ക് യു ഗൈസ്. താങ്ക് യു. ഞങ്ങളെ കൂടെ ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്കും താങ്ക് യു. താങ്ക്സ്. കണ്ടോന്നാവോ? അല്ല താങ്ക്സ്. ഇതാണ് നേരത്തെ അവിടെ നിന്ന് കണ്ട വെള്ളച്ചാട്ടം എന്ന് തോന്നുന്നു. ഇവിടെ നിന്നാണ് ഒഴുകി പോകണം. ആ തന്നെ ആ പാറമ്മ കൂടെ അങ്ങനെ പോകണതാണ്. ഇവിടുന്ന് ഇങ്ങനെ വെള്ളം വരുന്ന് ഇതുവഴി അങ്ങനെ പോകണം. നമുക്ക് കുപ്പി എടുത്തിട്ട് 50 രൂപ വാങ്ങിക്കോ. അത് പുറത്ത് വാങ്ങാം, പുറത്ത് കഴിക്കാം. കുപ്പി കാണിച്ചു കൊടുത്തിട്ട് 50 രൂപ വാങ്ങിക്കോ. $19 റിയാസ്. ആ 50. ഒരു ബോട്ടിൽ. വേണ്ട. കുട്ടികളിടേണ്ടത് വെള്ളം മുഖം കഴിക്കട്ടെ. ഞാൻ മുഖം കഴുകട്ടെ. ആ സൈഡ് നിന്നിട്ട് കഴിക്കും. അപ്പൊ ഞാൻ മുകളിൽ നിന്നത്തെ മിഠായി തൊലി പോലും ഇവിടെ ഇടാണ്.
എനിക്കും വേണ്ട, എനിക്കൊന്ന് നോക്കണം, കുറച്ചുള്ള കേട്ടോ മതി കൊണ്ട. ഇനി നെസ്റ്റോക്ക് എന്നൊക്കെ കേട്ടോ, പെരിന്തൽമണ്ണ നെസ്റ്റോ. എന്തോക്കണ ചിരിക്കണ് ആൾക്കാർ ഫാൻസൊക്കെ കണ്ടിട്ട് അത് ചിരിയല്ല. ഈ ഒരു നെസ്റ്റോന്റെ പ്രത്യേകത എന്താ പറയുക, അവിടെ പാട്ടില്ല. മറ്റേ എവിടെ പോയാലും കോപ്പിറൈറ്റ്സ് ഇട്ടുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. വാ ആദ്യം അവിടെ പോയിരാ. ആ റേറ്റ് കുറവൊക്കെ ഉണ്ട് കേട്ടോ. 4 കിലോ നമ്മൾ 5 കിലോ എടുക്കല്ലേ, 4 കിലോ 139 ഉള്ളു. വാ പോയി നോക്കാം. അവിടെതാ 5 കിലോന് 155 ഉള്ളു. കുഴപ്പമൊന്നുമില്ല, ഓഫറൊക്കെ ഉണ്ട്. വരുമ്പോ എടുക്കാം. വാ നല്ല സ്പേഷ്യസ് അല്ലേ, അടിപൊളി. കാരണം ഫുള്ള് 4 നെസ്റ്റാണെങ്കിലും വലിയ നെസ്റ്റോ. ഞാനോട് പറഞ്ഞപ്പോ എന്താ ഇത് ചെറിയ നെസ്റ്റ് വന്നാലും പുറത്തേക്ക് കാണാൻ ചെറുതുപോലെ, പക്ഷെ ഉള്ളിലേക്ക് നല്ലോണം ഉണ്ട്. നമ്മളെ കോട്ടക്കാലത്തെ നെസ്റ്റാണെങ്കിലും വലിയ നെസ്റ്റ്. എടുത്തോ. അവക്കാടോ അവക്കാടൊന്നല്ല, ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇല്ല കട്ട് ചെയ്ത എപ്പോഴും തെറ്റുണ്ട് കേട്ടോ. നമുക്ക് അവക്കാടോ അറിയില്ല. ഇല്ല ഇല്ല എടുത്ത അവക്കാടോ ഭയങ്കര കോൺഫിഡൻസ്. ഇതാണ് അവക്കാടോ ഉദ്ദേശിച്ചില്ല. കൗണ്ടറും കണ്ടോ ഉണ്ടാവും. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അല്ലേ. എന്താണ്ട് ഒരു സാധനമൊക്കെ വാങ്ങി, പക്ഷെ കവറില്ല. മറ്റേ ദിവസം നമുക്ക് കവർ ഇട്ടുണ്ട്. പക്ഷെ ഇവിടെ 20 രൂപക്ക് ചാർജ് ചെയ്യുന്നു കവറിന്. ഇതിനകത്ത് താങ്ങി പിടിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്.